ശരി, സൈഫ് സൈനുൽ അബ്ദീൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സൈഫ്, രണ്ട് സാധ്യതകൾ, അതിലൊന്ന് സസ്പെൻഷനാണ്, രണ്ടാമത്തേത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുമോ എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യത്തിൽ കുറേയേറെ റിസ്ക് എലമെന്റ്സ് ഉണ്ട്. ഈ റിസ്കുകളെല്ലാം സഹിച്ചുകൊണ്ട് ഒരു സസ്പെൻഷനിലേക്ക് മുഖ്യമന്ത്രി പോകുമോ, തന്റെ വിശ്വസ്തനെ കൈവിടുമോ എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. രണ്ടാമത്തേത് ഇപ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താം. ഇപ്പോൾ CPI ഒക്കെ ആവശ്യം അതാണ്, മുന്നണിക്കകത്തൊക്കെ പിടിച്ചു നിൽക്കാം. പക്ഷേ പ്രതിപക്ഷം അതൊരു ആയുധമാക്കാനും സാധ്യതയുണ്ട്. എന്തുകൊണ്ട് ഒരു നടപടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിൽ പ്രയാസമുണ്ടാകുന്നു പാർട്ടിക്കും സർക്കാരിനും എന്ന് മനസ്സിലാക്കണം. എപ്പോഴത്തേക്ക് കാണണം? ഇന്ന് തന്നെ ഉണ്ടാകും സൈഫുദ്ദീൻ. പിണറായി വിജയൻ തീപ്പന്തമാകുമോ എന്നുള്ള കാര്യം നമുക്ക് ഇന്ന് വൈകുന്നേരത്തോടു കൂടി അറിയാം എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും DGPയുമായിട്ടുള്ള കൂടിക്കാഴ്ച അതിനിർണായകമായിട്ട് തന്നെ വരികയാണ്. അദ്ദേഹം റിപ്പോർട്ട് ഇന്നലെ ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറി. ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറിയിട്ടുണ്ട്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയാണ് ഈ ഇത്രയും സമയം പിണറായി വിജയൻ എടുത്തതെങ്കിൽ അജിത് കുമാറിനെ സംരക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയൻ നേരത്തെ എന്ത് ചെയ്തു അത് തന്നെ ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാത്രം മാറ്റുകയാണെങ്കിൽ അത് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നതിന് സാധാരണഗതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണ റിപ്പോർട്ടിൻ്റെ കാര്യമില്ല. അത് സാധാരണഗതിയിൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ പിണറായി വിജയൻ ഒപ്പിട്ടാൽ തീരുന്ന പ്രശ്നമായിരുന്നു അത്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയില്ല. കാരണം പിണറായി വിജയൻ നേരത്തെ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് വന്ന ശേഷം അതിനകത്ത് നടപടി സ്വീകരിക്കാമെന്ന നിലപാട് ആദ്യഘട്ടം മുതൽ സ്വീകരിക്കുകയാണ്. CPI പല ഘട്ടങ്ങളിലും വലിയ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും അദ്ദേഹം റിപ്പോർട്ട് വരട്ടെ എന്ന നിലപാട് സ്വീകരിച്ചു. ആ റിപ്പോർട്ട് തയ്യാറായി. റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഗുരുതര സ്വഭാവത്തിലുള്ള കണ്ടെത്തലുകളുണ്ട്. ഇടതുമുന്നണി രാഷ്ട്രീയം ഒരു ഘട്ടത്തിലും അംഗീകരിക്കാത്ത സംഘപരിവാറുമായി ബന്ധപ്പെട്ട് ചേർന്നുള്ള വിഷയം, അത് സംഘപരിവാർ നേതാക്കളെ ഊഴമിട്ട് കണ്ടു എന്നാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി അജിത് കുമാറിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ ഊഴമിട്ട് കണ്ട അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാത്രം മാറ്റി സംരക്ഷിക്കുമോ അതോ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുമോ? സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അത് ഇടത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ RSS എന്ന് പറയുന്ന നിരോധിത സംഘടനയല്ല. അങ്ങനെ ഒരു നേതാവിനെ കാണുന്നതിൽ ഏതെങ്കിലും തരത്തിൽ വലിയ കുഴപ്പങ്ങളില്ല. പക്ഷേ അവിടെയും രാഷ്ട്രീയമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സംഘപരിവാർ CPMും അല്ലെങ്കിൽ ഇടതുമുന്നണിയുമായി ബന്ധപ്പെട്ടുണ്ട്. അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആളെ എന്തിനു കണ്ടു എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്നത് സസ്പെൻഷൻ ഉത്തരവിലൂടെയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. അല്ലെങ്കിൽ സംരക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാത്രം മാറ്റിക്കൊണ്ട് പിണറായി വിജയൻ മുഖം രക്ഷിക്കുന്നു എന്ന് നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. എന്തായാലും ഉത്തരവിൻ്റെ കാര്യത്തിൽ ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞായറാഴ്ചയാണ്, അവധിയാണ്. പക്ഷേ ഞായറാഴ്ചകളിൽ നേരത്തെയും ഉത്തരവുകൾ ഇറങ്ങിയിട്ടുണ്ട്, ഉദ്യോഗസ്ഥരെ മാറ്റിക്കൊണ്ടുണ്ട്. അതുകൊണ്ട് ഞായറാഴ്ച എന്നുള്ളത് ഒരു സാങ്കേതിക പ്രശ്നമായി നിലനിൽക്കുന്നില്ല. ഇന്ന് തന്നെ ആ ഉത്തരവ് പുറത്തിറങ്ങും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സൈഫുദ്ദീൻ.